ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് സ്ഥലം കാറാണ്, വേറെ ഒന്നുകൊണ്ടല്ല. സിനിമ കണ്ടു, ഫാന്റാസ്റ്റിക് 4 കഴിഞ്ഞിറങ്ങിയേ ഉള്ളൂ. അപ്പൊ പിന്നെ കാർ ചെയ്യുന്നിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും വീട്ടിലെത്തി അത് ഷൂട്ട് ചെയ്യാനൊന്നും സമയമില്ല. ഓൾമോസ്റ്റ് ടൈം ഇപ്പോൾ ഓൾമോസ്റ്റ് 11:30 ആയി. അപ്പോൾ അതിന് സമയമില്ല. അപ്പൊ ഇപ്പൊ തന്നെ പറയാന്ന് വിചാരിച്ചു. ഫാന്റാസ്റ്റിക് 4 നല്ല മൂവിയാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല, കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. എന്നാൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫാന്റാസ്റ്റിക് 4 ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര പണ്ടിറങ്ങിയ റീബൂട്ട് ചെയ്തു, ഇപ്പോൾ പുതിയ ഇറങ്ങി. പക്ഷെ അതിൻ്റെ ഒരു കഥ ഒക്കെ നമുക്കറിയുന്നത് അത് തന്നെയാണ്, ട്രെയിലറിലുള്ള സെയിം കഥ തന്നെയേ ഉള്ളൂ. പക്ഷെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. കാരണം എനിക്ക് തോന്നുന്നത് ആ ആക്ടേഴ്സ് ആയിരിക്കും. ഒരു ഇപ്പൊ പെട്രോ പാസ്കലായാലും അതൊരു കെമിസ്ട്രി ഉണ്ട്. ഈ 4 പേര് തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. നല്ലോണം വർക്കൗട്ട് ആയെന്ന് എനിക്ക് തോന്നി. പക്ഷേ കഥ ഓൾമോസ്റ്റ് തന്നെയാണ്, നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ തന്നെ സ്ഥിരം കഥ തന്നെയാണ്. ഗാലക്റ്റിക്സ് വരുന്നു. അതിൽ കുറച്ച് വെറൈറ്റി ആയിരിക്കും തോന്നിയത്. ഒരു പ്രോപ്പർ റെപ്രസെന്റേഷൻ കിട്ടി നമ്മുടെ മെയിൻ വില്ലന്. അപ്പൊ അതാണ് ഒരു രസം. കാരണം വെച്ചാൽ അതൊരു കോമിക് ആക്യുറേറ്റ് ആയിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ട്രെയിലറിലൊക്കെ ഉള്ള അതേ കഥ തന്നെയുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സെയിം സ്റ്റോറി, എങ്ങനെ പ്രിഡിക്റ്റബിൾ ആണല്ലാതെ ഒരു എക്സ് ഫാക്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കിക്ക് തരുന്നൊന്നും അതിൽ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ മാർവൽ സിമ്പിൾ ഒന്നും കാണാത്ത ഒരാള് വെറുതെ പോയി കാണുകയാണെങ്കിലും ഇഷ്ടപ്പെടും. കാരണം വേറെ ഈ കണക്ഷൻസ് ഒന്നുമില്ല, പ്ലെയിൻ മൂവിയാണ്. പിന്നെ സ്പോയിലേഴ്സ് പറയാനായിട്ട് ഒന്നുമില്ല, കാരണം ട്രെയിലറുള്ള കണ്ട അതേ കഥ തന്നെയാണ് സിനിമയിലുള്ളത്. സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ സ്ഥിരം ട്രെയിലറുള്ള പോലെ തന്നെ, പറഞ്ഞ പോലെ തന്നെ ട്രെയിലറുള്ള തന്നെയാണ്. മെയിൻ ആയിട്ടുള്ള ഈ ഒറിജിനൽ സ്റ്റോറി ഇല്ല. അതാണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. സംഭവം അതിന് ഒറിജിനൽ സ്റ്റോറിയും കാണിച്ച് വെറുപ്പിക്കേണ്ട സംഭവത്തിലില്ല. ഒറിജിനൽ സ്റ്റോറി ഒന്നും കാണിച്ചിട്ടില്ല. ബേസിക്കലി പവേഴ്സ് ഒക്കെ വന്നതിന് ശേഷമുള്ള സ്റ്റോറിയാണ്. ഒറിജിനൽ സ്റ്റോറി ഒരുപാട് കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതില്ല. അത് നല്ല കാര്യം. പിന്നെ പക്ഷേ എനിക്ക് ട്രെയിലറിൽ കുറെ എക്സ്ട്രാ കാണിച്ചു എനിക്ക് തോന്നി. എസ്പെഷ്യലി കുട്ടി ഉണ്ടാവുന്നതും ഗാലക്റ്റിക്സിന് കുട്ടി വേണമെന്ന് പറയുന്നതും അത് തന്നെയാണ് സിനിമയിലുള്ളത്. ഗാലക്റ്റിക്സ് വരുന്നു, കുട്ടി വേണമെന്ന് പറയുന്നു, എർത്ത് ഭക്ഷിക്കാൻ വരുന്നു. അപ്പോൾ കുട്ടീനെ വേണമെന്ന് പറയുന്നു. കുട്ടീനെ തന്നു കഴിഞ്ഞാൽ സ്പെയർ ചെയ്യാന്ന് പറയുന്നു. ആ കുട്ടിക്ക് കോസ്മിക് പവർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് മാത്രമേ ഒരു വെറൈറ്റി. പക്ഷെ അതൊന്നും തന്നില്ല, കിക്കാനൊന്നുമില്ല. കുഴപ്പമില്ല, നമുക്കറിയാം കുട്ടി മരിക്കില്ല. നമുക്കറിയാം എങ്ങനെയാണത് സേവ് ചെയ്യാം, എർത്തിനെ എങ്ങനെ സേവ് ചെയ്യുന്നു മാത്രമേ ഇത് എക്സ്ട്രാ ഒരു ഇതുള്ളൂ ക്ലൈമാക്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സ്പോയിലർ ആയിട്ടൊന്നും പറയാനില്ല, കാരണം ട്രെയിലറിലെല്ലാം കാണിച്ചു കഴിഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് പറയുന്നതിലും കുറ്റമൊന്നുമില്ല. പക്ഷേ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ 2 ഉണ്ട്. അതിലത്തെ എന്താ പറയാ, മിഡ് പോസ്റ്റ് ക്രെഡിറ്റ് സീന് കൊള്ളാം. മിഡ് ക്രെഡിറ്റ് സീൻ, അതെ, അത് കുഴപ്പമില്ല. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അല്ലാതെ ഒന്നുമില്ല. പക്ഷെ ഫാന്റാസ്റ്റിക് 4 ഇഷ്ടപ്പെടുന്ന ഒരാള്, ഇത് ഫസ്റ്റ് മൂവി കണ്ടിരിക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, ഈ സിനിമയിലില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം ഒരു പ്ലെയിൻ മൂവി കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ 4DX കണ്ടത് ഞാൻ, മല്ലൂലു മാളിലൊരു ട്രിവാൻഡ്രം. 4DX കാണാനൊന്നും ഇല്ല എന്തായാലും. പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. കാരണം ഞാനിതൊരു 4DX പോയിട്ടുണ്ടായില്ല. പക്ഷെ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല 4DX. കാരണം മൂവിനെ എൻജോയ് ചെയ്യുന്നതിനെ തീർച്ചയായും ബാധിക്കും എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ 4DX കുഴപ്പമില്ല, കണ്ടിരിക്കാം. അതിനുള്ളൊന്നും ഇല്ല കേട്ടോ, 4DX പോയി കാണാനൊന്നുമില്ല. കുഴപ്പമില്ലാതെ ഒന്ന് പ്ലെയിൻ ആയിട്ട് പിള്ളേരെ കൂടി ഒരു ഫാമിലി ആയിട്ട് പോയി കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റിയ സിനിമയാണ്. പിള്ളേർക്കും ഇഷ്ടപ്പെടാൻ നല്ല രസമുണ്ട്. കുഴപ്പമില്ല, അപ്പോൾ കണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു നോക്ക്, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. ബ്രഹ്മാണ്ഡ സിനിമയൊന്നുമല്ല, പക്ഷെ നല്ല സിനിമയാണ്. നമുക്ക് കണ്ടിരിക്കാം, നല്ലൊരു സിനിമയാണ്. എന്നാൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യണ്ട. അപ്പോൾ വേറൊന്നും പറയാനില്ല. അപ്പോൾ അതുവരെ ബൈ ബൈ.